പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നതിനിടയിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തി ഇറാൻ രംഗത്ത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുമായി യാതൊരു തരത്തിലുമുള്ള ആണവ ചർച്ചകളും നിലവിൽ നടക്കുന്നില്ല എന്നതാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്തയായി തന്നെ പുറത്തു വരുന്നത്. സമീപകാല സൈനിക ഏറ്റുമുട്ടലുകളും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ പ്രതിസന്ധിയും കാരണം ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ടെഹ്റാൻ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി പുതിയ ആണവ കരാർ ഉണ്ടാക്കാൻ താൽപര്യപ്പെടുന്നുവെന്നും ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ സാധാരണയിലെത്തുമെന്നുമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും വ്യാപകമായ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ഇസ്മയിൽ ഭാഗി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇറാന്റെ നിലപാട് വ്യക്തമാക്കുന്നതും. നിലവിലെ സാഹചര്യത്തിൽ വാഷിംഗ്ടണുമായി ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നില്ല എന്നും രാജ്യത്തിന്റെ അടിയന്തര മുൻഗണന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ വിലയിരുത്തൽ പ്രകാരം മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും സുരക്ഷാ വെല്ലുവിളികളും അവിടെ നിലനിൽക്കുമ്പോൾ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് അനുകൂലമായ അന്തരീക്ഷമല്ല എന്നും അതിനാൽ തന്നെ അവിടെ നയതന്ത്ര ഇടപെടലുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിസന്ധി നിയന്ത്രണത്തിലാക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം അമേരിക്ക ഇറാൻ ബന്ധം വീണ്ടും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി തന്നെ ഗൾഫ് മേഖലയിൽ നടന്ന സൈനിക നീക്കങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, സമുദ്ര സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആവശ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം നിലവിലെ സംഘർഷം അവിടെ ശമിക്കാതെ പോയാൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ അകലാൻ സാധ്യതയുണ്ട്. മറുവശത്ത് മേഖലയിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടാൽ നയതന്ത്ര ശ്രമങ്ങൾ വീണ്ടും സജീവമാകാനും സാധ്യതയുണ്ട്. ആണവ കരാറല്ല, യുദ്ധം അവസാനിപ്പിക്കലാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി തന്നെ അമേരിക്ക ഇറാൻ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അടുത്ത നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയും ചെയ്യുന്നു. അതേസമയം ആണവ കാര്യങ്ങളിൽ എപ്പോഴും നടപടിയെടുക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും ആണവ കരാർ സംബന്ധിച്ചുകൊണ്ട് ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നും ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ മുൻഗണന എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് US നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഇതിൽ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഏറെയുണ്ട്. ഇറാൻ തങ്ങളുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ ഇതിൽ പുരോഗതി ഉണ്ടാക്കുന്നതിൽ തന്നെ പ്രധാന തടസ്സം അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്നതും പരസ്പര വിരുദ്ധവുമായ ആവശ്യങ്ങളാണ് എന്നും ഇസ്മയിൽ ഇവിടെ ആരോപണം ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക നിരന്തരം നിലപാടുകൾ മാറ്റുകയാണ് എന്നും അവർ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും മാധ്യമങ്ങളുടെ ധാരണയ്ക്ക് വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ചർച്ചാ പ്രക്രിയയെ നീണ്ടുപോകാനുള്ള കാരണമെന്നും അദ്ദേഹം ഇവിടെ ആരോപണമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.